Let us read the beautiful story Cinderella today. Who does all the work at home? What kind of work do you do? Imagine that you have to do all the household work alone. How will it be? Or try to think of such a girl who does all domestic work without having proper food, clothing, etc. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ജോലികളും വേറൊരാളുടെ ഹെൽപ്പും ഇല്ലാതെ നിങ്ങൾ ചെയ്യേണ്ടി വന്നാലുള്ള അവസ്ഥ എന്താണ്? ഇതുപോലെ പ്രോപ്പറായിട്ട് ഫുഡോ ഡ്രസ്സോ ഒന്നും കിട്ടാണ്ട് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യേണ്ടി വരുന്ന ഒരു കുട്ടീൻ്റെ കഥയാണത്. ദ സിൻഡർ ഗേൾ. Once upon a time, there was a rich man who lived happily with his wife and daughter. One day, his wife fell sick. When she felt that her end was drawing near, she called her only daughter near her and said, "Dear child, be good and pious, and God will always take care of you." അപ്പോൾ ഒരിക്കൽ ഒരിടത്ത് ഒരു ധനികനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകളുടെയും കൂടെ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖം പിടിപെട്ടു. അപ്പം താൻ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നിയപ്പം ഈ അമ്മ ഒരേ ഒരു മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മകളെ, നീ എപ്പോഴും നല്ലവളായിരിക്കണം. പയസ് എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയുള്ളവൾ. എപ്പോഴും നല്ലവളായിരിക്കുകയും വേണം, ദൈവഭക്തിയുള്ളവളായിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ദൈവം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ. ഞാൻ നിന്നെ സ്വർഗത്തിൽ നിന്ന് നോക്കും. ആൻഡ് വിൽ ബി വിത്ത് യു. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ആൻഡ് ദെൻ ഷീ ക്ലോസ്ഡ് ഹർ ഐസ് ഫോർ എവർ. അങ്ങനെ അവരുടെ കണ്ണുകൾ എന്നേക്കുമായി അടച്ചു, അഥവാ അവർ മരിച്ചു. ദ മെയ്ഡൻ വെന്റ് എവറി ഡേ ടു ഹർ മദേഴ്സ് ഗ്രേവ് ആൻഡ് വെപ്റ്റ് ആൻഡ് റിമൈൻഡ് പയസ് ആൻഡ് ഗുഡ്. ഈ പെൺകുട്ടി, മെയ്ഡൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത കുറച്ച് വലുതായ പെൺകുട്ടികൾക്ക് പറയുന്നതാണ്. അവൾ എല്ലാ ദിവസവും അമ്മയുടെ ശവകുടീരത്തിൻ്റെ അടുത്ത് പോവും. അവിടെ പോയിട്ട് കരയുകയും ചെയ്യും. ഗ്രേവ് എന്ന് പറഞ്ഞാൽ ശവകുടീരം. ആൻഡ് റിമൈൻഡ് പയസ് ആൻഡ് ഗുഡ്. മാത്രമല്ല, അവൾ നല്ലവളാകുകയും ദൈവഭക്തിയുള്ളവളാകുകയും തന്നെ ചെയ്തു. When winter came, the snow covered the grave with a white covering. Then the sun came in the early spring and melted it away. അപ്പം ഇത് കാലത്തിൻ്റെ പാസിംഗ് ആണ് പറയുന്നത്. കാലം ഇങ്ങനെ കടന്നുപോയി. വിൻ്റർ ആകുമ്പം ഗ്രേവിൻ്റെ മുകളിൽ മൊത്തം മഞ്ഞ് മൂടും. സ്പ്രിങ് ആവുന്ന സമയത്ത് അത് ഉരുകി പോവുകയും ചെയ്യും. Soon Cinderella's father married again. The new wife was a proud and unkind woman. പെട്ടെന്ന് സിൻഡ്രല്ലയുടെ അച്ഛൻ മറ്റൊരു വിവാഹം ചെയ്തു. ആ സ്ത്രീ വളരെ അഹങ്കാരിയും കാരുണ്യമില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. The new wife brought her 2 daughters along with her. അവരുടെ കൂടെ അവരുടെ 2 പെൺമക്കളെ കൂടി കൊണ്ടുവന്നിരുന്നു. Though they were beautiful and fair in appearance, at heart they were wicked and ugly. അവരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ, ഹൃദയത്തിൽ അവരെങ്ങനെയായിരുന്നു? they were wicked and ugly. wicked എന്ന് പറഞ്ഞാൽ കുരുട്ടുബുദ്ധി എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ തന്നെ അഗ്ലി ആയിരുന്നു, നല്ലതായിരുന്നില്ല. and then began the evil times for the poor girl. അതോടുകൂടി ഈ പെൺകുട്ടിയുടെ ഈവിൾ ടൈംസ് സ്റ്റാർട്ട് ചെയ്തു. ചീത്ത സമയം സ്റ്റാർട്ട് ചെയ്തു. അവളുടെ നല്ല കാലം കഴിഞ്ഞു. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രിയേച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ്. ഈ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ജീവി നമ്മളുടെ കൂടെ നമ്മുടെ റൂമിൽ ഇരിക്കേണ്ടതാണോ? ആസ്ക്ഡ് ദേ. അവർ ചോദിച്ചു. ദോസ് ഹു ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്. ആരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത് അവർ തന്നെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. അവൾ സിൻഡ്രല്ലനെ കുറിച്ചാണ് പറയുന്നത്. സിൻഡ്രല്ല ഒരു അടുക്കളക്കാരി മാത്രമാണ്. They took away her pretty dresses and forced her to put on an old grey one. അവളുടെ നല്ല ഡ്രസ്സുകളൊക്കെ പിടിച്ചു പറിച്ച് അവളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് അവളോട് ഗ്രേ ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി പറഞ്ഞു. വീട്ടിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ ഡ്രസ്സിൻ്റെ കളറ് എന്നുള്ള അർത്ഥത്തിലാണ് ഗ്രേ കളറ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. They also gave her wooden shoes to wear. മരത്തിൻ്റെ ചെരുപ്പും കൊടുത്തു. The stepsisters laughed at her and sent her to the kitchen. അവളുടെ നേരെ കളിയാക്കി ചിരിച്ചിട്ട് അവളെ അടുക്കളയിലേക്ക് പറഞ്ഞയച്ചു. There she was made to do heavy work from morning to night. രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് ജോലികൾ അവൾക്ക് ചെയ്യാനുണ്ടായിരുന്നു. Get up early in the morning, draw water, make the fire, cook and wash.
ഫുഡ് ഉണ്ടാക്കണം, വെള്ളം കൊണ്ടുവരണം, ഡ്രസ്സ് അലക്കണം ഇത്യാദി എല്ലാവിധ ജോലികളും അവൾക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇൻ ദ ഈവനിങ്സ് ഷി വാസ് ക്വൈറ്റ് ടയേർഡ് ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്. വൈകുന്നേരം ആകുമ്പോഴേക്കിനും അവൾ വളരെയധികം ക്ഷീണിതയാകും അത്രയും ജോലികൾ എടുത്തിട്ട്. As she had no bed to lie upon, she had to rest on the hearth among the cinders. അങ്ങനെ അവൾക്ക് കിടന്നുറങ്ങാൻ ബെഡില്ലാത്തത് കാരണം അവൾക്ക് ഹേർത്തിൻ്റെ ഇടയിലുള്ള സിൻഡേഴ്സിൻ്റെ കൂടെ ആയിരുന്നു കിടന്നിരുന്നത്. ഹേർത്ത് എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലത്ത് ചൂട് കായാൻ വേണ്ടിയിരിക്കുന്ന കത്തിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അതിനാണ് ഹേർത്ത് എന്ന് പറയുക. സിൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലുപയോഗിക്കുന്ന വുഡ്. ഓക്കെ, സിൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് ബേൺഡ് വുഡ്, അണഞ്ഞു പോവാതെ കനലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന വുഡ് പീസ് അല്ലെങ്കിൽ കോൾ എന്ന് പറയുന്നതാണ് സിൻഡേഴ്സ്. അപ്പോൾ ഇതിൻ്റെ കൂടെയായിരുന്നു ഇവള് കിടന്നിരുന്നത്. ഷീ ഓൾവേസ് ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി. എപ്പോഴും വൃത്തിയില്ലാണ്ടാണ് അവൾ കാണപ്പെട്ടിരുന്നത്. ആസ് ഷീ സ്ലെപ്റ്റ് ഇൻ ദ സിൻഡേഴ്സ് സോ ദേ നെയ്മഡ് ഹർ സിൻഡ്രല്ല. അവൾ സിൻഡേഴ്സിൻ്റെ കൂടെ കിടന്നത് കാരണം അവരവളെ സിൻഡ്രല്ല എന്ന് വിളിച്ചു. ദ മാജിക് ബിഗിൻസ്. വൺ ഡേ the young prince of the land invited all the young girls of the kingdom to a ball, planning to choose his princess from amongst them. അപ്പം ആ നാട്ടിലെ രാജകുമാരൻ ഒരു ബോൾ തരപ്പെടുത്തി, വിച്ച് മീൻസ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രിൻസസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിയായിരുന്നു അത്. സിൻഡ്രല്ല സിസ്റ്റേഴ്സ് were delighted on hearing this invitation. സിൻഡ്രല്ലാൻ്റെ ഈ സിസ്റ്റേഴ്സ് ഭയങ്കര സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ദ സെലക്റ്റഡ് ദ ബെസ്റ്റ് ഗൗൺസ്, ദ ഡ്രസ്ഡ് ദെയർ ഹെയർസ്. അവരേറ്റവും നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ടു, മുടിയൊക്കെ ഡ്രസ്സ് ചെയ്തു. ബട്ട് ദേ വർ നോട്ട് ടേക്കിംഗ് സിൻഡ്രല്ല വിത്ത് ദെം. അവരുടെ കൂടെ സിൻഡ്രല്ലയെ പക്ഷെ അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ല. യു ക്യാൻ ഗോ വെൻ ബെഗേഴ്സ് ഹോൾഡ് ദ ബോൾ, ദേ ടോൾഡ് ഹർ. അവർ കളിയാക്കിയിട്ട് പറഞ്ഞു, പിച്ചക്കാരെപ്പോഴെങ്കിലും ബോൾ അറേഞ്ച് ചെയ്യുമ്പം അതിൽ നിനക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞു. Comb our hair, brush our shoes and make our buckles fast. We are going to the princess ball. ഞങ്ങളുടെ മുടി ചീകിത്താ, ഞങ്ങളുടെ ഷൂ വൃത്തിയാക്കിത്താ, ഞങ്ങളുടെ ബക്കിൾസ് ലോക്ക് ചെയ്തതാ. വി ആർ ഗോയിങ് ടു ദ പ്രിൻസസ്. ഞങ്ങൾ പോകുന്നത് പ്രിൻസസിൻ്റെ രാജകുമാരൻ്റെ ബോളിനാണ്. ദേ ടോൾഡ് ഹർ. വെൻ ഷീ ഹേർഡ് ദിസ്, സിൻഡ്രല്ല കുഡ് നോട്ട് ഹെൽപ്പ് ക്രൈയിങ്. ഇത് കേട്ടപ്പോൾ സിൻഡ്രല്ലക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഫോർ ഷീ ടു ലൈക്ഡ് ടു ഗോ ടു ദ പാർട്ടി. അവൾക്കും അവിടെ പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പാർട്ടിക്ക്. ഷീ ബെഗ്ഡ് ഇൻ ഓൾ ഹെർ ഷീ ബെഗ്ഡ് ഹെർ സ്റ്റെപ്പ് മദർ ടു ടേക്ക് ഹെർ അലോങ്. അവളെ കൂടി കൊണ്ടുപോകാൻ വേണ്ടി അവളുടെ സ്റ്റെപ്പ് മദറിനോട് അവൾ കെഞ്ചി. വാട്ട് യു സിൻഡ്രല്ല, ഇൻ ഓൾ യുവർ ഡസ്റ്റ് ആൻഡ് ഡേർട്ട് യു വാണ്ട് ടു ഗോ ടു ദ ബോൾ. ഇത്രയും വൃത്തിയില്ലാതെ നിനക്ക് ബോളിന് പോകണോ? യു ഹാവ് നോ ഡ്രസ് ആൻഡ് നോ ഷൂസ്. നിനക്ക് ഡ്രസ്സോ ഷൂവോ ഒന്നുമില്ല. യു വാണ്ട് ടു ഡാൻസ്, നിനക്ക് ഡാൻസ് ചെയ്യണോ? ഷീ ടേൺഡ് ഹെർ ബാക്ക് ടു സിൻഡ്രല്ല ആൻഡ് ഹറീഡ്ലി സെറ്റ് ഔട്ട് വിത്ത് ഹെർ ടു പ്രൗഡ് ഡോട്ടേഴ്സ്. സിൻഡ്രല്ലക്ക് നേരെ മുഖം തിരിച്ചു നടന്നിട്ട് അവര് നടന്നു അവരുടെ അഹങ്കാരികളായ രണ്ട് മക്കളുടെ കൂടെ. വെൻ സിൻഡ്രല്ല ലോസ്റ്റ് സൈറ്റ് ഓഫ് ദം ഷീ ഫെൽറ്റ് വെരി സാഡ്. അവർ പോയി കഴിഞ്ഞപ്പം സിൻഡ്രല്ലക്ക് ഭയങ്കര സങ്കടമായി. ഷീ സ്റ്റാർട്ടഡ് ക്രൈം. അവൾ കരയാൻ തുടങ്ങി. ടിയേഴ്സ് റോൾഡ് ഡൗൺ ഹെർ ചീക്സ്. ഷീ തോട്ട് ഓഫ് ഹെർ ഓൺ മദർ. കരയുമ്പോൾ അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ഓർത്തു. ഇഫ് മൈ മദർ ഹാഡ് ബീൻ അലൈവ് ഷീ വുഡ് ഹാവ് സെൻഡ് മീ ടു ദ ബോൾ. എൻ്റെ അമ്മ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ എന്നെ പറഞ്ഞയക്കുമായിരുന്നു എന്ന് അവൾ ഓർത്തു. സഡൻലി ഷീ ഹേർഡ് എ വോയിസ്. യു വിൽ സർട്ടൻലി ഗോ ടു ദ ബോൾ ആൻഡ് യുവർ ഫെയറി ഗോഡ് മദർ. പെട്ടെന്ന് അവളൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം പറഞ്ഞത് ഇങ്ങനെയാണ്: നീ തീർച്ചയായിട്ടും ഈ ബോളിന് പോവും. ഞാൻ നിന്റെ ഫെയറി ഗോഡ് മദറാണ്. Cinderella turned around. She saw a fairy standing in front of her. I am the queen of fairies, she said. I'll send you to the ball. അപ്പം അവിടെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. ഫെയറി എന്ന് പറഞ്ഞാൽ എന്താണ്? മാലാഖ. മനുഷ്യന്മാരുടെ രൂപം ഉണ്ടാവും, പക്ഷെ they will have magical powers. Okay. Well, said her godmother, be a good girl and I will contrive that you shall go. ഞാൻ ഉറപ്പ് തരാണ്, നിനക്ക് പോകാൻ പറ്റും, നീ നല്ല കുട്ടിയായിട്ടിരിക്കണം. Okay. She went with Cinderella into her chamber and told her, run into the garden and bring me a pumpkin.
ഗോഡ് മദർ അവളെ എടുത്തിട്ട് അവരുടെ ചേംബറിലേക്ക് പോയിട്ട് പറഞ്ഞു, നീ ഗാർഡനിൽ പോയിട്ട് ഒരു പംകിൻ എടുത്തു കൊണ്ടിട്ട് വാ. Cinderella went immediately to gather the finest pumpkin she could get and brought it to her godmother. സിൻഡ്രല്ല പെട്ടെന്ന് ഗാർഡനിൽ പോയിട്ട് അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പംകിനും കൊണ്ടിട്ട് വന്നു. She could not imagine how this pumpkin could help her go to the ball. ബോളിന് പോകാൻ വേണ്ടി പംകിന് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നങ്ങനെ അവൾക്ക് ആലോചിക്കാൻ പറ്റിയില്ല. The fairy waved a magic wand over the pumpkin. ഫെയറീസിൻ്റെ കയ്യിൽ മാജിക് വാൻഡ് ഉണ്ടാവും അല്ലേ, ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. And this fairy also used it and she waved the wand on the pumpkin. ഈ പംകിൻ്റെ നേരെ വീശി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? സഡൻലി ദ പംകിൻ ചേഞ്ച്ഡ് ഇൻ ടു എ റെഡ് കോച്ച്. പെട്ടെന്ന് ഈ പംകിൻ ഒരു ചുവന്ന രഥം പോലെയുള്ള ഒരു സാധനമായിട്ട്, ലൈക്ക് എ വെഹിക്കിൾ വേർ യു ക്യാൻ ട്രാവൽ, നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വണ്ടി പോലെയുള്ള ഒരു സാധനമായിട്ട് മാറി. ദെൻ ദ ഫെയറി സെഡ്, യു വിൽ ട്രാവൽ ഇൻ ദിസ് കോച്ച് ടു ദ പാലസ്. നീ ഇതിലായിരിക്കും പാലസിലേക്ക് പോകുന്നത്. ബട്ട് വി മസ്റ്റ് ഹാവ് ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. പക്ഷെ നമുക്ക് എന്ത് വേണം? ഹോഴ്സസ് വേണം. ഇത് ഡ്രോ ചെയ്യാൻ, ഇത് വലിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോഴ്സസിനെ ആവശ്യമുണ്ട്. There is a mouse trap in the backyard of your house. നിന്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു എലിക്കണിയുണ്ട്. Bring it to me. Cinderella went out and brought the mouse trap. There were 6 mice in it. The fairy waved the magic wand over it and all the mice were turned into 6 white horses. അപ്പം സിൻഡ്രല്ല പോയിട്ട് ഈ മൗസ് ട്രാപ്പ് എലിക്കണി കൊണ്ടുവന്നു. അപ്പം അതിലെന്തുണ്ടായിരുന്നു? 6 എലികളുണ്ടായിരുന്നു. ഫെയറി മാജിക് വാൻ ഉപയോഗിച്ച് ഇതിൻ്റെ നേരെ വീശിയപ്പം ഈ 6 എലികളും വെളുത്ത ഹോഴ്സസ് ആയിട്ട് മാറി. Looking at the coach and the horses, the fairy said, now we have a coach to travel in and 6 horses to draw it, but we haven't any footman. ഫെയറി പറഞ്ഞു, നമുക്കിപ്പം കോച്ചുണ്ട്, ഹോഴ്സസും ഉണ്ട് അത് ഡ്രോ ചെയ്യാൻ, പക്ഷെ നമുക്ക് അംഗരക്ഷകരാറില്ല, ഫുഡ്മാൻ ഇല്ല. Go again into the garden and you will find 6 lizards behind the watering pot. ആ വാട്ടറിംഗ് പോട്ടിൻ്റെ പിന്നിലായിട്ട് 6 പല്ലികളുണ്ടാവും, അത് ഇങ്ങോട്ട് കൊണ്ടുപോവാം. When Cinderella brought the lizards, the fairy changed them into footmen. അവരെ ഫെയറി ഫുഡ്മാൻ ആക്കി മാറ്റി. The footman bowed at her. They wore blue and yellow clothes. ഫുഡ്മാൻ മഞ്ഞയും നീല നിറത്തിലുള്ള ഡ്രസ്സുകളാണ് ധരിച്ചിരുന്നത്. അവർ ഫെയറിൻ്റെ നേരെ കുനിഞ്ഞു. Cinderella was very happy to see them, but she became sad when she looked at her clothes. But I cannot go in these rags, she said. ഈ മുഷിഞ്ഞ വസ്ത്രം ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അവൾക്ക് അവളുടെ ഡ്രസ്സ് നോക്കിയപ്പോൾ സങ്കടം വന്നു. I will give you wonderful clothes, the fairy said. The fairy touched Cinderella with her magic wand. ഫെയറി പറഞ്ഞു, ഞാൻ നിനക്ക് നല്ല വണ്ടർഫുൾ ഡ്രസ്സ് തരാം. അത് പറഞ്ഞിട്ട് ഫെയറി അവളെ ടച്ച് ചെയ്തു. Her rags changed into beautiful cloths of silk and gold. അവളുടെ മുഷിഞ്ഞ വസ്ത്രം മുഴുവൻ സിൽക്കും ഗോൾഡും നിറഞ്ഞ വസ്ത്രമായിട്ട് മാറി. There were diamonds in her hair. അവളുടെ മുടിയിൽ ഡയമണ്ട് ഉണ്ടായിരുന്നു. And she wore 2 pretty glass shoes. നല്ല പ്രിറ്റി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള 2 ഗ്ലാസ് ഷൂസാണ് അവൾ ധരിച്ചിരുന്നത്. Then the fairy said, you can go to the ball now. But remember, the magic ends at 12 o'clock. You must return home before that time. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കണം, 12 മണി ആയാൽ ഈ മാജിക്കൊക്കെ അവസാനിക്കും. അതുകൊണ്ട് അതിൻ്റെ മുന്നേ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ഫെയറി അവളോട് പറഞ്ഞു. നെക്സ്റ്റ്, ദീസ് ആർ ദ പോയിന്റ്സ് you have to remember in these 2 subtitles. Ella is a girl who lived happily with her parents. Unfortunately, Ella's mother fell sick and passed away. Ella remained pious and good. Her father married a widow with 2 daughters. Her stepmother and stepsisters were wicked and ugly at heart. They made Ella their servant. She had to do all the works alone and became tired.
She slept with cinders and they named her Cinderella. Prince of the country announced a party. Stepsisters were excited and got ready to go for the ball and mocked at Cinderella. Cinderella too wished to go for the ball. The proud stepmother and daughters went for the ball without taking Cinderella with them. Cinderella broke into tears. She thought of her own mother. Soon she heard a voice. There was a fairy godmother. Fairy promised her to take her into the ball. Fairy changed the pumpkin into a red coach with her magical power. Fairy then changed the 6 mice into 6 white horses. Later changed 6 lizards into 6 footmen. Cinderella felt sad about her dress. Fairy touched Cinderella and turned her dresses into silk and gold. She had diamond on her hair. She wore pretty glass shoes. Fairy asked her to go for the ball, but wanted to return before 12 o'clock. The story is not complete. ഇതിൻ്റെ 2 സബ്ടൈറ്റിൽസ് കൂടെ ഉണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. ലെങ്ത് കൂടി പോകുന്ന പ്രശ്നം കൊണ്ടാണ് ഒരുമിച്ചിടാത്തത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇടാം. ഇത് കണ്ട ഉടനെ തന്നെ അതും കൂടെ കാണണം, എന്നാലേ സ്റ്റോറി മുഴുവനായിട്ട് കിട്ടുള്ളൂ. Thank you for watching. Keep supporting. Do share, like and comment. Thank you.